നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പലപ്പോഴും ഓരോ കേസുകളിൽ നേതാവ് അകപ്പെടുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹം നടത്തുന്ന വിവാദ പരാമർശങ്ങൾ തന്നെയാണ്. അടുത്തിടെയാണ് രാജ്യവിരുദ്ധ പ്രസ്താവനയുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അസം പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 152, 197 എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരുന്നത്. ജനുവരി 15-ന് പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. ബിജെപിയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ BJPക്കും RSSനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരാണ് പോരാടുന്നത്. ഇതായിരുന്നു രാഹുൽ പറഞ്ഞത്. രാഹുലിന്റെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചേതിയയുടെ പരാതിയിൽ ആരോപിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണെന്നും ഈ പരാതിയിൽ പറയുന്നു. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് MPയുമായ രാഹുലിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബീഹാർ സ്വദേശി. രാഹുൽ കാരണം 250 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. ബീഹാറിലെ സമസ്ത്പൂർ ജില്ലയിലാണ് സംഭവം. മുകേഷ് ചൗധരി എന്ന ആളാണ് രാഹുലിനെതിരെ പ്രാദേശിക കോടതിയിൽ പരാതി നൽകിയത്. ഇന്ത്യക്കെതിരെ പോരാടണമെന്ന രാഹുലിന്റെ പ്രസ്താവന കേട്ട് ഞെട്ടിപ്പോയതോടെ കയ്യിലിരുന്ന പാൽപാത്രം നിലത്ത് വീണെന്നും പാത്രത്തിലുണ്ടായിരുന്ന 5 ലിറ്റർ പാൽ ഉപയോഗശൂന്യമായെന്നുമാണ് മുകേഷ് പറയുന്നത്. ഇതുവഴി 250 രൂപയുടെ നഷ്ടമുണ്ടായെന്നും പരാതിയിൽ വ്യക്തമാകുന്നു. റോസോ സബ് ഡിവിഷനിലെ സിവിൽ കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് മുകേഷ് ചൗധരി മാധ്യമങ്ങൾക്ക് കൈമാറി. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി രാഹുലിനെതിരെ വിചാരണ ആരംഭിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവാവിന്റെ പരാതി കോടതി ഫയൽ സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.